ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ്. അതിന് ഇന്നലെ രാത്രി തന്നെ ഞാൻ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ഇടുക. ഇതിന് ശേഷം ഞാൻ ഒരു സവാളയും ഒരു ഉരുളൻകിഴങ്ങും കൂടി അരിഞ്ഞത് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുക. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. കഴിഞ്ഞ് ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പിടാം, പിന്നീട് വേണമെങ്കിൽ ഇടാം. പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെക്കുക. ഒരു 5-6 വിസിലെങ്കിലും അടിക്കണം. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനിയും തേങ്ങ വറക്കാം. ആദ്യമേ തേങ്ങ ചൂടാക്കട്ടെ. തേങ്ങ നല്ല രീതിയിൽ ചുമന്നതിന് ശേഷമേ പൊടികളൊക്കെ ഇടാവൂ. ഇതിപ്പം തേങ്ങ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇത് ഇട്ടതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം തേങ്ങ ചുമന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും 3 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി, മല്ലിപ്പൊടി ഒന്ന് ചൂടായതിന് ശേഷമേ മുളക് പൊടി ഇടാവൂ. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് ആറാൻ വെക്കാം. ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരയ്ക്കാം. ഇപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് അരയ്ക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത് അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് കടുക് വറക്കാം. ഇതിലേക്ക് വറ്റൽമുളക്, കടുക്, കറിവേപ്പില, അതേപോലെ തന്നെ കുഞ്ഞുള്ളി അരിഞ്ഞത് ഇത്രയിട്ട് നല്ല രീതിയിൽ ഇളക്കി എടുത്ത് അതൊന്ന് ചുമന്നതിന് ശേഷം ഇതിലേക്ക് കടലക്കറിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട്.